കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരൻ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ഈശോയെ സമർപ്പിക്കുന്നു. നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആരാധനയുടെ മണിക്കൂറിൽ ഞങ്ങൾക്ക് ആവശ്യമായ വിശ്വാസത്താൽ എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. കരങ്ങൾ വീശി യാക്കോബിൻ ദൈവമേ ആരാധന ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന
പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, ഈ ആരാധനയിലും വചന ശുശ്രൂഷയിലും പങ്കെടുക്കാൻ ഒരുക്കത്തോടുകൂടി ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ മനസ്സൊരുക്കമുള്ളവരെ എല്ലാവരെയും കർത്താവെ ഏകാഗ്രമായി നീ ആശീർവദിക്കണമേ. ഇതിൽ അങ്ങ് നൽകുന്ന വചനങ്ങൾ അവിടെ ഹൃദയത്തെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ കർത്താവേ. വചനാഭിഷേകം നൽകണമേ, വചനം സ്പർശിക്കണമേ, അഭിഷേക വചനങ്ങൾ നൽകണമേ, വചനം വ്യാഖ്യാനിച്ചു തരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം എപ്പോഴും ഒരു വിശ്വാസത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ചില നിലപാടുകളുണ്ട്, സമീപനങ്ങൾ. വിശ്വാസം നമ്മൾ അളക്കുകയും തൂക്കുകയും അതിൻ്റെ ആക്കവും തൂക്കവും ഒക്കെ അറിയണത് വിശ്വാസ ബന്ധിയായി നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്ന രീതി, ആ വിശ്വാസബന്ധിയായ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് ദൈവത്തോട് നമുക്കുള്ള ബന്ധമെന്ന് പറയുന്നത്. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. ഞാൻ എപ്പോഴും അമ്മയുടെ ദൈവാനുഭവത്തെക്കുറിച്ച് ആണ് എപ്പോഴും കൂടുതലായി ചിന്തിക്കുന്നത്. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ ആദ്യം ദൈവത്തെ അനുഭവിക്കുന്നത് ആരാണ്? പരിശുദ്ധമ്മയാണ്. കർത്താവിനെ സ്വീകരിച്ചതും ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് പുത്രനെ സ്വീകരിച്ചതും പുത്രൻ്റെ കൂടെ ജീവിച്ചതും പുത്രനെ ലോകത്തിന് കൊടുത്തതും അപ്പോസ്തലന്മാരെ യേശു അനുഭവത്തിൽ പരിപാലിച്ചതും എല്ലാം അമ്മയാണ്. അപ്പോൾ നമുക്ക് അമ്മയുടെ ആധ്യാത്മികത എപ്പോഴും നമ്മളുടെ ആധ്യാത്മികതയുടെ ഒരു അടിത്തറയായിട്ട് വരേണ്ടതാണ്. അമ്മയെക്കുറിച്ച് ഈശോ ഈ 30 വർഷം എന്നാ പഠിച്ചത്? അമ്മയെക്കുറിച്ച് ഈശോ ഈ 30 വർഷം എന്നാ പഠിച്ചത്? ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ 30 വർഷം താൻ പഠിച്ച തൻ്റെ പുസ്തകം ഈശോ വായിക്കും. എന്താണ് പഠിച്ചത്? എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുന്ന ആളാ. അത് അടയാളം കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ അമ്മ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നയാളാണ്. അതാണ് 30 വർഷം അമ്മ പുസ്തകം വായിച്ചിട്ട് ഈശോ പഠിച്ചത്. അമ്മ പുസ്തകം ഒരു ബൈബിളാണെങ്കിൽ ആ ബൈബിള് ഈശോ വായിക്കണത് എങ്ങനെയാണ്? എൻ്റെ അമ്മ ആരാണ്? ദൈവവചനം കേൾക്കുന്ന ആളാണ്, അതനുസരിച്ച് ജീവിക്കുന്നയാളാണ്. അത് മംഗളവാർത്തയ്ക്കെല്ലാം അമ്മ നൽകുന്ന പ്രത്യുത്തരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഇപ്പം ലൂക്കാ 1:34 അമ്മ ചോദിക്കും മംഗളവാർത്ത സമയത്ത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയും. കന്യകയായിട്ട് ജീവിക്കാനുള്ള അമ്മയുടെ തീരുമാനം അന്തർഗതം അമ്മ പ്രകടിപ്പിക്കുമ്പോൾ അതിന് ബൈബിൾ എന്ത് മറുപടി പറയും? പിതാവിൻ്റെ മനസ്സിലിരിപ്പ് മംഗളവാർത്തയിൽ മാലാഖ പറയണത് എന്താണ്? പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും, തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയും. ശരിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരൊറ്റ വാക്കിൻ്റെ അടയാളമായിട്ടാണ്
വന്ധ്യ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ കാണാം എന്ന് അമ്മയോട് പറയണത്. അല്ലാതെ പക്ഷെ നമ്മളത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതികൾ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളെന്താ എലിസബത്തിനെ കുറിച്ച് പറയണത്? എലിസബത്തിനെ അമ്മ ശുശ്രൂഷിക്കാൻ പോയെന്നാണ് പറയണത്. ശുശ്രൂഷിച്ച് കാണാം. പക്ഷേ അൾട്ടിമേറ്റ് എൻ്റെ എന്തായിരുന്നു, എയിം എന്തായിരുന്നു? എലിസബത്തിനെ ശുശ്രൂഷിക്കുകയായിരുന്നോ? എന്നാ പറ, എലിസബത്തിനെ ശുശ്രൂഷിക്കണമെങ്കിൽ ശുശ്രൂഷിക്കേണ്ട സമയമാകുമ്പോൾ അമ്മയോട് തിരിച്ചു പോകുന്നല്ലോ. 6 മാസമായ ഒരു ഗർഭിണിയെ, പ്രായമായിട്ട് ഗർഭിണിയായ ആൾ പ്രസവിക്കുന്ന സമയത്തല്ലേ അയാളുടെ കൂടെ നിൽക്കേണ്ടത്. ആ കൊച്ചിന് 3 മാസം ആകുമ്പോൾ തിരിച്ചു പോരാ. അതല്ല ശുശ്രൂഷ എന്ന് പറയണത്. പക്ഷെ അമ്മ 9-ാം മാസം എലിസബത്ത് പ്രസവിക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തിരിച്ചു പോകുന്നില്ലേ. അപ്പോൾ ശുശ്രൂഷ ആയിരുന്നു അൾട്ടിമേറ്റ് എന്തെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് എവിടെയൊക്കെ ചെറിയ വൈബ്രേഷനുണ്ട്. പിന്നെ എന്തായിരുന്നു അൾട്ടിമേറ്റ്? എന്തായിരുന്നു അമ്മയുടെ യാത്ര, എലിസബത്തിനെ സന്ദർശിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അടയാളം. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അപ്പോൾ ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ സാധ്യമാക്കി തീർത്ത അടയാളങ്ങൾ അമ്മയെ കണ്ണെ കണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു മാതൃക ഉദാഹരണം ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഒരടയാളം കാണിക്കാമെന്ന് പറയണത്. പക്ഷെ അമ്മ എന്താ പറഞ്ഞത്? അപ്പാ എനിക്ക് അടയാളമൊന്നും വേണ്ടപ്പാ, എനിക്ക് അടയാളത്തേക്കാൾ വലുതാണ് അടയാളമില്ലാത്ത നിൻ്റെ വചനം. നിൻ്റെ വചനത്തിൻ്റെ അടയാളം നീ തന്നെയാണ്. അതാണ് അമ്മ പറയണത്. എന്താണ്? നിൻ്റെ അത്ഭുതങ്ങളിലല്ല എൻ്റെ വിശ്വാസം, നിൻ്റെ വചനത്തിലാണെന്ന്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. അതന്നെയല്ലേ പരിശുദ്ധാത്മാവും പറയണത്. പരിശുദ്ധാത്മാവിന് ഏറെ പ്രിയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അമ്മ എലിസബത്തിൻ്റെ വീട്ടിലെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറയും, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത? ഇതാ നിൻ്റെ അഭിവാദനത്തിൻ്റെ സ്വരവൻ്റെ കർണപടങ്ങൾ കെട്ടപ്പോൾ തന്നെ ഗർഭധരിച്ചു ആനന്ദത്താൽ കുരിശാടി. പിന്നെ പറയുന്ന വാക്കാണ് ഏറ്റവും വലിയ വാക്ക്. എന്ത് വാക്കാണ് പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ അടയാളം കാണാതെ നീ വിശ്വസിച്ചു. യു ആർ ബ്ലെസ്ഡ്. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഒരടയാളവും കാണാതെ നീ വിശ്വസിച്ചു. വചനങ്ങൾ വിശ്വസിക്കണത് അടയാളം കണ്ടിട്ടല്ല. വചനത്തിൻ്റെ ആര് സംസാരിച്ചോ അവനെയാണ് നിൻ്റെ വചനത്തിൻ്റെ അടയാളം. ദൈവത്തിലാണ് വിശ്വസിക്കണത്. ദൈവവചനത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ വചനം ആര് പറഞ്ഞോ അവരിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പറയണത് കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ അടയാളമില്ലാതെ, അടയാളം കാണാതെ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. നീ ഭാഗ്യവതിയെന്ന്. പ്രിയപ്പെട്ടവരെ, പല വചനങ്ങളിലും അടയാളം എന്താണ്? ദൈവം തന്നെയായിരിക്കും. അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാൻ നമുക്ക് ലഭിച്ച വരം തന്നെയായിരിക്കും ആ വചനത്തിൻ്റെ അടയാളമെന്ന് പറയണത്. ദൃശ്യമായ ഭൗതികമായ അടയാളങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ആ വചനത്തിൻ്റെ ഉടമസ്ഥനെ വിശ്വസിക്കാനുള്ള വിശ്വാസമില്ലേ? അതാണ് കർത്താവ് പറഞ്ഞത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. അമ്മ അങ്ങനെ വിശ്വസിച്ച് പഠിച്ച ആളാണ്. കാണാതെ വിശ്വസിച്ച് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവും പറയണത്. എന്താ പരിശുദ്ധാത്മ പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയെന്ന്. ഈശോയിൽ വിശ്വസിക്കാൻ, മറ്റുള്ളവർ ഈശോയിൽ വിശ്വസിക്കാനാണ് നമ്മൾ അടയാളം ചോദിക്കണത് അഥവാ ചോദിക്കേണ്ടത്. അതാണ് അമ്മധർമ്മം, അതാണ് അമ്മയുടെ സുവിശേഷം. ആക്സ് ഓഫ് മേരി, മരിയ നടപടി ക്രമങ്ങൾ. പ്രിയപ്പെട്ടവരെ, അമ്മയെപ്പോയി അടയാളമില്ലാത്ത കാലമായാലും അടയാളമില്ലാതെ വിശ്വസിക്കുമ്പോഴും ലോകത്തിന് ഈശോനെ കൊടുക്കാൻ വേണ്ടി അടയാളം ചോദിക്കുന്ന അമ്മയായി നമുക്കും
അമ്മയുടെ ചൈതന്യത്തിൽ നമുക്ക് ലോകത്തിൽ ഈശോനെ കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങ് ദൈവപുത്രനാണെന്നും രക്ഷകനാണെന്നുള്ള അടയാളം മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ട് അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങളെ സുവിശേഷത്തിൽ ഉപകരണമാക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളെയും നീ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണേ പ്രാർത്ഥിക്കുന്ന സ്തുതികളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മയെ പോലെ കർത്താവേ, അടയാളങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവിന് വിശ്വസിച്ച് അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുകയാണ്. കർത്താവായ ദൈവമേ, കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ നീല അങ്കിയാൽ ഞങ്ങളെ പൊതിയുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. അമ്മേ, ഞങ്ങളെ സംരക്ഷിച്ച് നിന്റെ പുത്രനോട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നത ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ പാടാം. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കൂളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കൂളത്തിൽ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കുളിപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ, എന്നും കുളിപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ. ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കൂളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കൂളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അമ്മ തനിക്ക് വേണ്ടി അടയാളം ചോദിച്ചില്ല, പക്ഷെ ലോകത്തിന് വേണ്ടി അടയാളം ചോദിച്ചു. അത് ലോകത്തിന് ഈശ്വരനെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അടയാളങ്ങൾ വീണ്ടും തുടരുകയാണ്. നമ്മൾ അടയാളത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം നമ്മൾക്ക് കേൾക്കാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഞ്ജു ജോർജ്. ഞാൻ അടിമാലി ഇടുക്കിയിൽ നിന്നും വരുന്നു. ഇവിടെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി, ഈശോ എനിക്ക് ഇന്നത് ചെയ്തതെന്ന് പറയാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾ ആഗ്രഹിച്ച് നടന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് വെറുതെ എൻട്രൻസ് എഴുതി നോക്കി, കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. അവസാനം BSc നഴ്സിങ്ങിന് പോയി. BSc നഴ്സിങ്ങിന് പോയി 1 വർഷം തികയാറായപ്പോഴേക്കും എനിക്ക് വയറുവേദന വന്നു തുടങ്ങിയിട്ട് എൻ്റെ വല്ലാണ്ട് വേദന. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാലും വേദന, ഒന്നും മാറുന്നുമില്ല. എൻ്റെ ശരീരം അണങ്ങുമ്പോൾ എൻ്റെ പ്രാണം പോകുന്ന വേദനയായിരുന്നു. പക്ഷേ ഇത്രയും ഞാൻ ചോദിച്ചിട്ട് ഒന്നും തന്നില്ല. അവസാനം രോഗം കൂടെ തന്നപ്പോൾ ആകെ ഡെസ്പായിപ്പോയി. പിന്നെ വീട്ടിൽ പോയി ഓരോ ഹോസ്പിറ്റലിൽ മാറിപ്പോയി. പിന്നെയാണ് അറിഞ്ഞത് പിയൂസ് ജേഗൺ സിൻഡ്രം എന്ന ഒരു പോളിപോസിസിൻ്റെ അപൂർവ അസുഖമാണ്. മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കേട്ടപ്പോൾ പൂർത്തിയായി. ഇനി ഇല്ല, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടിരുന്നപ്പം ആകെ വിഷമമായി പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരുന്നു. ഒരു മരുന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനില്ല. എപ്പോഴും വേദന മാത്രം. ഒന്നും കഴിക്കാനും പോലും, ഒരിത്തിരി വെള്ളം കുടിക്കാൻ പോലും എനിക്ക് വേദനയായിരുന്നു. അവസാനം അത് ഞാൻ പിന്നെ വീട്ടിലിരുന്നാലും വേദന, കോളേജിൽ ചെന്നാലും വേദന. പിന്നെ കോളേജിൽ ചെന്നിരിക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്നു, ഹോസ്റ്റലിൽ കിടന്നു, ക്ലാസ്സിൽ പോകാതിരുന്നു. പിന്നെ അവസാനം ഒട്ടും പഠിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടുത്തെ വാർഡന്മാരും സിസ്റ്റർമാരും എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പറ്റി പറഞ്ഞു, അവിടുത്തെ പത്രം തന്നു. അങ്ങനെ എൻ്റെ മമ്മി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തിന്, ഇവിടെ തപസ് ധ്യാനത്തിന് വന്നു. തപസ് ധ്യാനത്തിന് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. ഞാനും മമ്മിയും വന്നു.
ഉടമ്പടി എടുത്ത് ഞാനും കഴിഞ്ഞു. പിന്നെ പതിയെ പതിയെ എൻ്റെ അസുഖം മാറാൻ തുടങ്ങി. ഇവിടെ ഉടമ്പടി ധ്യാനത്തിന് വന്നപ്പം അച്ഛൻ വയറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു അസുഖം ഉണ്ടാവില്ല, സർജറി വേണ്ടി വരില്ല, സ്റ്റൊമക്ക് റിമൂവ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് ഉറപ്പ് തന്നു വിട്ടു. അവസാനം ഇപ്പം കഴിഞ്ഞ നവംബറിലൊക്കെ ആയപ്പം എൻ്റെ അസുഖം പൂർണ്ണമായും മാറി. എനിക്ക് ഒരു ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, വെള്ളം കുടിക്കുന്നതിന് കുടിക്കേണ്ടി ഒരു കുഴപ്പമില്ല. ദൈവത്തിന് ഒരുപാട് 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 പ്രിയമുള്ളവരെ, അടയാളത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ, ദൈവമേ എന്നെയും നിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റി, എന്നെയും നിൻ്റെ ഒരു അടയാളമാക്കി മാറ്റി, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാക്കി മാറ്റി അനേകം മക്കൾ ഈശോയുടെ വീണ്ടെടുക്കപ്പെടാൻ സാധിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കേട്ട സാക്ഷ്യത്തിന്റെ അഭിഷേകം കർത്താവേ ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ സാക്ഷ്യത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ അടയാളങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം സ്ഥിരീകരിക്കണമേ. നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, ഞങ്ങളെ ഒരടയാളവും കാണാത്ത മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുറേ നാളുകൾ അടയാളമില്ലാതിരിക്കുമ്പോൾ പലരുടെയും പ്രാർത്ഥനാ ജീവിതങ്ങൾ തണുത്ത് പോയിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിലെ ഞെരുക്കത്തിൻ്റെ കാലത്ത് കർത്താവിൻ്റെ കരുണയുടെ കൈ കാണാതെ പലരും നിസ്സഹായരായി പോയിട്ടുണ്ട്. കർത്താവ് അവരെല്ലാം കർത്താവ് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധി കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവ് നിന്റെ തിരുമുറിവാണെന്ന് വലത് കരത്താൽ മക്കളെ ആശീർവദിക്കണമേ ഈശോ. കർത്താവ് പലർക്കും അടയാളം വേണ്ട, കാര്യം അവരെ പരിശുദ്ധ അമ്മയെപ്പോലെ ആത്മാവിൽ നിറഞ്ഞവരാണ്. ഒരു ജന്മം മുഴുവൻ അടയാളമില്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന അനേകം മക്കളുണ്ട്. അതേസമയം തന്നെ വല്ലപ്പോഴൊക്കെ ഒരു അടയാളം കിട്ടിയാൽ ആശ്വസിച്ച് അങ്ങയുടെ പുറകെ പോകുന്നവരുമുണ്ട്. കർത്താവേ, എല്ലാവർക്കും എല്ലാമാകാൻ അങ്ങ് അപ്പോസ്തലന്മാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ദൗത്യം അത് തന്നെയായിരുന്നു. അടയാളം ആവശ്യമുള്ളവർക്ക് അങ്ങ് അടയാളം കൊടുത്തിരുന്നു. അടയാളം ചോദിച്ചവരോട് അടയാളം അന്വേഷിക്കാത്തവരാണ് ഭാഗ്യവാന്മാരെന്ന് നീ പറയുകയും ചെയ്തിരുന്നു. അടയാളം കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചതെന്ന് പറഞ്ഞ് നീ ഫൽസിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവേ, വിശ്വാസത്തിൽ മരവിച്ചിരിക്കുന്നവരെ, തണുത്തു പോയവർ കർത്താവേ അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ അടയാളം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളുടെ മേൽ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഉടമ്പടി സമര നിയോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ അടയാളം നൽകി ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി കർത്താവെ ഞങ്ങളുടെ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ, വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. വാഴ്ത്തിപ്പാടാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ചേർന്ന് പാടാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ആമേൻ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അടിക്കടി ഉണ്ടാകുന്ന തകർച്ചകള്, കുടുംബാംഗങ്ങളുടെ മരണങ്ങള്, പലതരത്തിലുള്ള അപകടങ്ങള്, പലതരത്തിലുള്ള സാമ്പത്തിക ദുരിതങ്ങള്, കുടുംബ തകർച്ചകള് എല്ലാം കൊണ്ടും പൊങ്ങി സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വരെ നഷ്ടപ്പെട്ടിട്ടുള്ള
മക്കളുടെ മേൽ കർത്താവിൻ്റെ വലിയ കാരുണ്യം ചൊരിയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിയോഗങ്ങൾ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ കുടുംബജീവിതത്തെയും ഞങ്ങളുടെ തൊഴിൽ മേഖലകളെയും സാമ്പത്തിക മേഖലകളെയും കർത്താവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ മേഖല ആശീർവദിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. പരിശുദ്ധ റൂഹായേ താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. വിശ്വാസത്തോടെ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമ്മ ചോദിച്ചപ്പോൾ അത്യുന്നതന്റെ ശക്തി സംഭരിക്കപ്പെടും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് കർത്താവിൻ്റെ ദാസിയാണ്. അമ്മ അടയാളം ചോദിച്ചു. അത് ലോകത്തിന് കർത്താവിനെ നൽകാൻ വേണ്ടി മാത്രമാണ്. കർത്താവേ, ഇപ്പോൾ വിദൂരങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്ന മക്കൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളും പുതുക്കി പ്രാർത്ഥിക്കുന്ന മക്കളും, ഉടമ്പടി ചെയ്ത് അന്യ സംസ്ഥാനങ്ങളും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ, അവരെല്ലാം മുട്ടുമേ നിന്ന് കൃപാസനം സാന്ത്വനാഭിഷേക ശുശ്രൂഷയിൽ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ സമർപ്പിക്കണം. ഉടമ്പടിയിലെ മക്കൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും അമ്മയെ പരിശുദ്ധതയും മാധ്യസ്ഥം തേടുകയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടാൽ താരിൽ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിക്കാൻ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 34 എളിവന്റെ നിലവിളി കേൾക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. സങ്കീർത്തനം 119 ഇതാ നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരികയാണ്. കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, മദ്യപാനികൾ ആശീർവദിക്കപ്പെടുന്നു, തൊഴിൽ മേഖലകൾ ആശീർവദിക്കപ്പെടുന്നു, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ ആശീർവദിക്കപ്പെടുന്നു, സാമ്പത്തിക ഞെരുക്കങ്ങൾ വിട്ടുമാറുന്നു, രോഗദുരിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയുന്നു. കർത്താവേ, ആത്മീയ അഭിഷേകം നൽകുന്നു, വചനത്തിന്റെ അഭിഷേകം നൽകുന്നു, ദൈവവിളി ആശീർവദിക്കപ്പെടുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.